നമ്മുടെ നാട്ടിലെ ദേശീയപാതകളുടെയൊക്കെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നതൊക്കെ ഒരു വാർത്തയല്ലാതായി മാറുന്നുണ്ട്. കാരണം എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുൻപ് നമ്മൾ പലവട്ടം ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായി തന്നെ സംസാരിക്കുകയും അതിനുശേഷം ദേശീയപാത അതോറിറ്റിയൊക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ വന്ന് ഇതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി പോകുന്നതുമൊക്കെ പലവട്ടം ചർച്ചയാക്കുകയും വാർത്തകളാവുകയും നമ്മൾ കാണുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള കാര്യം, കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ട്. പുതിയ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. വീടുകളിലേക്കുള്ള വഴിയാണ് ഇടിഞ്ഞു താഴ്ന്നത്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിലേക്കാണ് ആദ്യം. എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ പുറത്ത് നടക്കാനായിട്ട് എപ്പോൾ ഇറങ്ങും രാവിലെ നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇറങ്ങാൻ സ്ഥലവുമില്ല. ഗേറ്റ് കഴിഞ്ഞിട്ട് ഒരു 10-15 ഫീറ്റ് താഴെ ഇത് അമർന്നുപോയി. അത് മുകളിൽ വരെ വന്നത് ഈ ലെവലിൽ നമ്മൾ കാണുന്നില്ലേ, ഈ സെയിം ലെവലിൽ വന്ന് റീറ്റെയിനിങ് വാള് ഇതെല്ലാം അമർന്നു. ഒരു 15 ഫീറ്റ് കംപ്ലീറ്റ് താഴെ വന്നു. ഈ മണ്ണ് ഇപ്പം നിങ്ങൾ താഴെ പോയി നോക്കിയാൽ ഈ റീറ്റെയിനിങ് വാളിനൊന്നും സംഭവിച്ചിട്ടില്ല. അത് താഴെ വരെ ഉണ്ട്. ഇപ്പം ഹൈറ്റ് പോയി റീറ്റെയിനിങ് വാൾ അപ്പോൾ 15 ഫീറ്റ് ഡൗൺ ആണ്. താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുക എന്താണ്, റോഡിൻ്റെ മേലെ കുന്നുമാതിരി മണ്ണ് കെട്ടി നിൽക്കുന്നത്. നിഖിൽ വിവരങ്ങളുമായി ചേർത്തോടെ. നിഖിലെ, ശരിക്കും സംഭവിച്ചത് എന്താണെന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എത്രയോ വട്ടം നമ്മളൊക്കെ ഈ വിഷയം, ഇതിപ്പം ഒരിടത്ത് മാത്രമല്ല, ദേശീയപാത ഈ നിർമ്മാണം നടക്കുന്ന എത്രയോ സ്ഥലങ്ങളിൽ തലനാരിടയ്ക്ക് വമ്പൻ അപകടം പോലും ഒഴിഞ്ഞു മാറിയത് നമ്മളൊക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരിപാടി അത് വീണ്ടും വീണ്ടും ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, അത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം. എന്താ നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥ, സാഹചര്യം എന്താണ്? സേതു, ഇത് പറഞ്ഞത് തന്നെയാണ്. കാരണം 2023 വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ പിന്നീട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചില ഇടപെടലുകൾ നടത്തി എന്നൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞതുമാണ്. അതേ സ്ഥലത്താണ് ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ഇത് എത്രത്തോളം വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ ലെവലിൽ ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്ന മണ്ണാണ് ഇപ്പോൾ 15 അടിയോളം താഴ്ന്നിരിക്കുന്നത്. ആ 15 അടിയോളം താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ നേരത്തെ നമ്മളോട് സംസാരിച്ച വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴി ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. ഒരു റോഡ് തന്നെയായിരുന്നു. അത് 15 അടിയിലേറെ ആഴത്തിലേക്ക് ഒറ്റയടിക്ക് ആ ഭൂമി അങ്ങനെ തന്നെ ഇരുന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് താഴെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇത് വലിയ ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഈ മണ്ണ് റീറ്റെയിനിങ് വാളിന് അടിയിലൂടെ ഒഴുകി ആ റോഡിന്റെ പുതിയ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തൊരു കുന്നുപോലെ കൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതായത് റീറ്റെയിനിങ് വാളിന്റെ അടിയിലൂടെ മണ്ണ് ഒഴുകിപ്പോയതിനെ തുടർന്നാണ് ഇത് താഴ്ന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാലാണ് കൃത്യമായി എന്താണ് ഇതിന്റെ കാര്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ സ്ഥലമുടമ അവരുടെ സ്ഥലം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംരക്ഷണ ഭിത്തി കല്ലുകൊണ്ടുള്ളത് കെട്ടുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ആ കെട്ട് അത് പൂർണ്ണമായും ഇടിഞ്ഞ് താഴ്ന്ന നിലയിൽ കാണാം. ഒരു മതിൽ കെട്ടിയതായിരുന്നു. നമുക്ക് ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം കാണാം. അവിടെ അത് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോവുകയാണ് ചെയ്തത്. 3 വീടുകളാണ് ഈ പ്രദേശത്ത് ഇപ്പോഴുള്ളത്. നേരത്തെ നിരവധി വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപകടം കാരണം പലരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. പതിവായി ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു. വലിയ ആഴത്തിൽ മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ എളയാവൂർ പ്രദേശത്തെ കൂടി ദേശീയപാത കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ മണ്ണിടിച്ചിൽ നിരവധി തവണ ഉണ്ടായ ഒരു പ്രദേശവുമാണ്. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ വലിയ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ മണ്ണിടിച്ചിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ വീടും സ്ഥലവും ഒക്കെ ഇങ്ങനെ ഇരുന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതിൻ്റെ ഒരു ആശങ്ക തന്നെയാണ് ഈ നാട്ടുകാരൊക്കെയും പങ്കുവയ്ക്കുന്നത്. ഏതായാലും ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും, ഈ നിർമ്മാണ കമ്പനിയുടെ ആളുകൾ ഉൾപ്പെടെ എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇനി അവർ വന്നതിന് ശേഷമായിരിക്കും ഇതിൽ എന്ത് വേണം എന്നുള്ളൊരു പരിശോധനയൊക്കെ നടത്തുക. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഈ റീറ്റെയിനിങ് വാള് ചെറിയ ഒരു ഭാഗം മാത്രം ഒന്ന് തള്ളിയ നിലയിൽ നമുക്ക് ഇതിന്റെ താഴെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. കൂടുതലായി റീറ്റെയിനിങ് വാളിനെ ഇത് ബാധിച്ചിട്ടില്ല. അതായത് ദേശീയപാതയുടെ 2 അരികുകളെയും സംരക്ഷിക്കാൻ കെട്ടിയ കോൺക്രീറ്റ് ഭിത്തികൾക്ക് വലിയ അപകടം സംഭവിക്കുക, അത് തള്ളിപ്പോവുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അതിന്റെ വശത്ത് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു ആശങ്കയും ഭയവും ഒക്കെയാണ് ഈ നാട്ടുകാർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. സേതു.